നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഉണ്ടായത് അഭൂതപൂർവമായ ഒരു വളർച്ചയാണ്. അസാമും ത്രിപുരയും അരുണാചലും ഒക്കെ പിടിച്ചെടുക്കാൻ അവർ പല സ്ട്രാറ്റജികളും ഉപയോഗിച്ചു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവർ സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തു എന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, അതായത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ വ്യാപകമായ പ്രചരണം നടത്തിയത് ഈ ഒരു ഉദാഹരണം വെച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ ക്രൈസ്തവർ താരതമ്യേന കൂടുതലുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെ അധികാരം കിട്ടി, അത് ഫലപ്രദമായി എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം, ഇതൊക്കെയാണ് BJP കുറേ നാളായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മൊത്തം BJPയുടെ ചുമതല വഹിക്കാൻ കെൽപ്പുണ്ട് എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ വലിയ തിരിച്ചടി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിടും എന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായി ഇന്റലിജൻസ് സർവേ റിപ്പോർട്ടുകൾ പ്രകാരം അസാമിൽ BJP സർക്കാരിനെ തൂത്തെറിയാൻ ഗൗരവ് ഗൊഗോയ് വിചാരിച്ചാൽ കഴിയും. കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന വലിയൊരു ഫീലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, തരുൺ ഗൊഗോയ് തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രിയായ അസാമിൽ 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് അസാം ഭരണം കോൺഗ്രസിന് നഷ്ടമാകുന്നതും അവിടെ BJPയുടെ മുഖ്യമന്ത്രിയായി സർബാനന്ദ സോനോവാൾ അധികാരമേൽക്കുന്നത്. തുടർന്ന് പിന്നെ സോനോവാളും BJP നേതൃത്വവും തമ്മിൽ പല അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം കേന്ദ്രത്തിലേക്ക് മാറുകയും പകരമായി ഹിമന്ത ബിശ്വ ശർമ്മ വരികയും ചെയ്തു. ശക്തമായി ന്യൂനപക്ഷത്തെ തള്ളിപ്പറയുകയും ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുകയും വർഗീയ പരാമർശം ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ വർഗീയ ഫാസിസ്റ്റാണ് എന്ന് എല്ലാവരും എഴുതി തള്ളിയ സമയമായിരുന്നു. എന്നാൽ പോലും അതാണ് BJPക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. തീവ്രമായ ഹിന്ദു ആശയങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയം അതിതീവ്രമായി പ്രചരിപ്പിക്കുക എന്നതാണ് ഹിമന്ത ബിശ്വാസ് ഉടനീളം നടത്തിക്കൊണ്ടിരുന്നത്. ഒന്ന് ആലോചിക്കണം, കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഒരു വ്യക്തി, ഒരു കാലത്ത് തരുൺ ഗൊഗോയുടെ മന്ത്രിസഭയിലെ വിശ്വസ്തനായിരുന്ന വ്യക്തിയാണ്. തരുൺ ഗൊഗോയുമായി പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി ഒടുവിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പകരം BJPയിലേക്ക് ചേക്കേറി BJPയിലെ ഒന്നാമനാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി തുടങ്ങിയത്. ഗൗരവ് ഗൊഗോയ് നിലവിൽ ലോക്സഭാ അംഗമാണ് ജോർഹാട്ടിൽ നിന്നും. അദ്ദേഹം അസാമിലെ ചുമതല പരിപൂർണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. നിലവിൽ PCC അധ്യക്ഷനും കൂടിയാകുമ്പോൾ അസാമിൽ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുക ഗൗരവ് ഗൊഗോയ് തന്നെയായിരിക്കും. കോൺഗ്രസിൻ്റെ ബാറ്റൺ കയ്യിലേക്ക് വരുമ്പോൾ ഗൊഗോയ് എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് ഏവരും നോക്കിക്കാണുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ വോട്ട് ഷെയർ കോൺഗ്രസിനാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഹിമന്തിന് നന്നായി അറിയാം, ലോക്സഭയിലേക്കുള്ള ഒരു അനുകൂല സാഹചര്യമൊന്നും നിയമസഭയിൽ അതേപടി കിട്ടുക പോലുമില്ല. സീറ്റുകൾ കൂടുതൽ ജയിച്ചെങ്കിൽ പോലും നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഗണ്യമായി ഇടിവ് വരികയും അത് സീറ്റുകളിലേക്ക് വരുമ്പോൾ എത്രത്തോളം ബാധിക്കുകയും ചെയ്യും എന്നത് വലിയ അസ്വസ്ഥതയോടെയാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ പാളിച്ച വന്നാൽ ഹിമന്തിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടെ തീരുകയും BJPയുടെ വടക്ക് കിഴക്കൻ പ്രതീക്ഷകൾ അപ്പാടെ മങ്ങുകയും ചെയ്യും.